കുരങ്ങിനെ കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കർഷകരുടെ സങ്കടങ്ങളെപ്പറ്റി കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ വല്ലതും അറിയുന്നുണ്ടോ? ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നുള്ള ഓർമ്മയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കർഷകരുടെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണ്ടേ? കേരളത്തിന്റെ ഭൂപ്രകൃതി കണക്കിലെടുത്ത മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായാണ് തരംതിരിക്കുന്നത്. മലയോര പ്രദേശങ്ങളിലെ ആളുകളുടെ പ്രധാന ജോലി കൃഷിപ്പണിയാണ്. പന്നി, കുരങ്ങ്, ആന, പോത്ത് തുടങ്ങിയ വന്യജീവികളെ കാരണം പോർതിമുട്ടിയിരിക്കുകയാണ് ഞങ്ങള്. ഈ മഞ്ഞ പപ്പായയുടെ വിത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ആദ്യത്തെ 3 വലിയ പപ്പായകളും കുരങ്ങന്മാര് വന്ന് കൊണ്ടുപോയി. ബാക്കിയുള്ളതെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി വെറുതെ കിടന്ന വലമൂടി അങ്ങിട്ടു. പപ്പായയുടെ ഉള്ളിൽ ഒരുപാട് വിത്തുകൾ കാണുമല്ലോ, അപ്പോൾ ചോദിച്ചവർക്കെല്ലാം കൊടുക്കാലോ എന്ന് കരുതി ഉള്ളതിൽ ഏറ്റവും പഴുത്തതിനെ മുറിക്കാന്ന് കരുതി മുറിച്ചു. ഒപ്പം ഈ ഒരു വെറൈറ്റിക്ക് ടേസ്റ്റ് ഉണ്ടോന്നും അറിയണ്ടേ. ഗോൾഡൻ പപ്പായ ആണെന്നും പറഞ്ഞ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. പപ്പായ ഒക്കെ ഈ നാട്ടിൽ സുലഭമായി ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്ന് പപ്പായ നമ്മുടെ നാട്ടിലെ പ്രധാന ഫ്രൂട്ട്സ് കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതും തമിഴ്നാട്ടിൽ നിന്നും വരുന്നത്. കാരണം ആരാ? കുരങ്ങുകള്. രണ്ടായി പിളർത്തി നോക്കിയപ്പോഴോ ജങ്കോ ഞാൻ പെട്ടു. കുരു ഇല്ലാന്നേ. അപ്പോൾ നിങ്ങൾ കരുതും ഈ പപ്പായക്ക് മാത്രമാണ് കുരു ഇല്ലാത്തതെന്ന്. അല്ല, ഈ മരത്തിൽ നിന്ന് കുരങ്ങ് പറിച്ച പപ്പായയിലും വിത്തില്ലായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗോൾഡൻ പപ്പായ കഴിച്ചാൽ സ്വർണത്തിന് നിറം കിട്ടുമെന്നാണ് വെപ്പ്. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ.